മനസ്സിലാക്കാൻ കഴിയുന്നത് പാർലമെന്റിൽ പ്രതിപക്ഷത്തിന്റെ ബഹളമാണ്. രണ്ട് സഭകളിലും, ഇരുസഭകളിലും, രാജ്യസഭയിലും ലോക്സഭയിലും പ്രതിപക്ഷ ബഹളമാണ്. അടിയന്തര പ്രമേയ നോട്ടീസ് ഇപ്പോൾ തള്ളി എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന വിവരം. അനൂപ് ദാസ് നമുക്കൊപ്പം വിവരങ്ങളുമായി തുടരുന്നുണ്ട്. അനൂപ്, വലിയ സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരു ഭാഗത്ത് ഒരുക്കുന്നുണ്ട്. പോലീസ് ആ ഭാഗത്തെ, ആ റോഡിന്റെയൊക്കെ നിയന്ത്രണം പൂർണ്ണമായും ഏറ്റെടുത്തിട്ടുണ്ട്. പാർലമെന്റിന് പുറത്തു മാത്രമല്ല അകത്തും പ്രതിഷേധത്തിന് ശ്രമിച്ചിരുന്നു പ്രതിപക്ഷം. പക്ഷേ അടിയന്തര പ്രമേയം തള്ളി. അടിയന്തര പ്രമേയ നോട്ടീസ് തള്ളിയ ശേഷം സ്പീക്കർ ഇപ്പോൾ ചെയ്യുന്നത് ചോദ്യോത്തര വേളയിലേക്ക് കടന്നു. പക്ഷേ അതിശക്തമായ പ്രതിഷേധമാണ് ലോക്സഭയിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. പ്രതിപക്ഷ അംഗങ്ങൾ സീറ്റിൽ നിന്ന് എഴുന്നേറ്റ് സഭയുടെ നടുത്തളത്തിലേക്ക് എത്തി ഈ വോട്ട് മോഷണം ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് പ്രതിഷേധം. കേരളത്തിൽ നിന്നുള്ള അംഗങ്ങൾ ഉൾപ്പെടെ സഭയുടെ നടുത്തളത്തിലേക്ക് ഇറങ്ങി പ്രതിഷേധിക്കുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നുണ്ട്. എന്തായാലും രാജ്യസഭയിലും പ്രതിഷേധം ആരംഭിച്ചിരിക്കുന്നു. അതായത് ലോക്സഭയ്ക്കകത്തും രാജ്യസഭയ്ക്കകത്തും പുറത്തും ഞങ്ങൾ പ്രതിഷേധിക്കുമെന്ന് ഇന്ത്യ സഖ്യത്തിലെ മുഴുവൻ എംപിമാരും പറഞ്ഞതാണ്. അതുതന്നെ നടക്കുകയാണ്. ഇപ്പോൾ നമുക്ക് അകത്ത് ശക്തമായ പ്രതിഷേധം നടക്കുമ്പോൾ അവരുടെ എംപിമാരുടെ പ്രതിഷേധം ഇനി നടക്കാൻ പോകുന്ന ഈ വഴിയിൽ, രാജ്യ തലസ്ഥാനത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വഴിയിൽ കനത്ത സുരക്ഷയൊരുക്കി പോലീസ് എംപിമാർ തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ആസ്ഥാനത്തേക്ക് എത്താതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ക്രമീകരണങ്ങൾ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. മാധ്യമങ്ങളെ ഈ ബാരിക്കേഡിന് അപ്പുറത്തേക്ക് വിടുന്നില്ല. എംപിമാർ വരികയാണെങ്കിൽ പോലും ഈ ബാരിക്കേഡുകൾ മറികടന്ന് പോകാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള സകലമാന സംവിധാനങ്ങളും ഒരുക്കിക്കൊണ്ടിരിക്കുന്നു. എന്തായാലും പാർലമെന്റ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സമാനതകളില്ലാത്ത പ്രതിഷേധമാണ്. ശരി, സമാനതകളില്ലാത്ത പ്രതിഷേധമാണ് പാർലമെന്റിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. സഭയിൽ വലിയ പ്രതിഷേധം ചോദ്യോത്തര വേളയിലേക്ക് കടക്കുകയാണ്. പക്ഷേ പ്രതിപക്ഷ ബഹളമാണ് പാർലമെന്റിൽ. वहाँ पर जन भागीदारी के माध्यम से ज्यादा मिटिगेशन एक्शन कर सके। उसके साथ ही साथ हम लोग मिशन लाइफ की जो एक्टिविटी है, मिशन लाइफ की एक्टिविटी के अंतर्गत सेव वाटर, सेव फूड, सेव एनर्जी के साथ साथ सॉलिड वेस्ट मैनेजमेंट, ई वेस्ट मैनेजमेंट, बैन ऑफ सिंगल यूज प्लास्टिक और सबसे बड़ी बात है हेल्दी लाइफ स्टाइल, इसके भी प्रचार प्रसार के लिए कार्य कर रहे हैं। उसके साथ ही साथ हम वर्ष में एक सप्ताह विशेष रूप से वायु प्रदूषण के प्रति लोगों में जागरूकता के लिए भी कार्यक्रम कर रहे हैं। हम उन म्यूनिसिपैलिटियों को विशेष प्रोत्साहन पुरस्कार भी दे रहे हैं जो जन भागीदारी के माध्यम से पॉल्यूशन के जो विभिन्न आयाम है, चाहे व्हीकल पॉल्यूशन हो, चाहे इंडस्ट्रियल पॉल्यूशन हो, चाहे डस्ट पॉल्यूशन हो, उस पर जो नवाचार कर रहे हैं उनको भी प्रोत्साहन देने का काम कर रहे हैं। ട്രാൻസ്പോർട്ട് ഭവന് മുന്നിലാണ് അനൂപ് ദാസ് ഉള്ളത്. അനൂപ്, സുരക്ഷാ ക്രമീകരണങ്ങൾ ശക്തമാക്കിയിട്ടുണ്ട്. ഇപ്പോൾ പാർലമെന്റിന് അകത്തും വലിയ പ്രതിഷേധമാണ്. നമുക്ക് കാണാൻ കഴിയുന്ന ദൃശ്യങ്ങൾ അനുസരിച്ചാണെങ്കിൽ ചോദ്യോത്തരവേളയിലേക്ക് കടന്നിട്ടുണ്ട് സ്പീക്കർ. പക്ഷേ സ്പീക്കറിന് ഡയസിന് മുന്നിലേക്കൊക്കെ പ്രതിപക്ഷ എംപിമാർ വന്ന് നടുത്തളത്തിൽ ഇറങ്ങി പ്രതിഷേധിക്കുകയാണ്. അനൂപ്, അതെ, ജനാധിപത്യത്തിലെ വളരെ പ്രധാനപ്പെട്ട ഇടമാണ് പാർലമെന്റ്. ആ ജനാധിപത്യം നിലനിൽക്കണമെങ്കിൽ വോട്ട് മോഷണം അവസാനിപ്പിക്കണം എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് പ്രതിപക്ഷത്തിന്റെ, ഇന്ത്യ സഖ്യത്തിന്റെ പ്രതിഷേധം നടക്കുന്നത്. നമുക്ക് ദൃശ്യങ്ങൾ കാണാം. പ്രതിപക്ഷ എംപിമാർ, ഇന്ത്യ സഖ്യത്തിന്റെ എംപിമാർ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ആസ്ഥാനത്തേക്ക് പോകുന്നത് തടയാൻ വേണ്ടിയിട്ടുള്ള എല്ലാ ക്രമീകരണങ്ങളും ഒരുക്കുകയാണ്. ഇവിടെ ട്രാൻസ്പോർട്ട് ഭവന് മുന്നിലുള്ള റോഡിൽ ഇപ്പോൾ ഡൽഹി പോലീസ് ചെയ്യുന്നത്, ഇവിടെ ഗതാഗതത്തിന് നിരോധനം, അതായത് സാധാരണ ആളുകൾ പോകുന്നതൊക്കെ തടഞ്ഞു വെച്ചിട്ടുണ്ട്. അതിനപ്പുറത്തേക്ക് എംപിമാർക്ക് മാത്രം സഞ്ചരിക്കാനുള്ള സൗകര്യമാണ് ഒരുക്കിയിട്ടുള്ളത്. ബാക്കി ആരെയും അകത്തേക്ക് പ്രവേശിപ്പിക്കുന്നില്ല. എംപിമാർ വരുമ്പോൾ ട്രാൻസ്പോർട്ട് ഭവന് മുന്നിൽ തന്നെ തടഞ്ഞ് ഇതുവഴി അപ്പുറത്ത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ്. അതും കഴിഞ്ഞ് ഏതാണ്ട് 200 മീറ്റർ നടന്ന് ഇടത്തോട്ട് തിരിഞ്ഞു വേണം തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ആസ്ഥാനത്തേക്ക് എത്താൻ. എന്നാൽ അവിടേക്കൊന്നും പോകാൻ അനുവദിക്കാതെ ഇവിടെ വെച്ച് മുഴുവൻ എംപിമാരെയും തടഞ്ഞ് 30 നേതാക്കന്മാരെ മാത്രം അകത്തേക്ക് അനുവദിക്കുക എന്ന ഒരു ധാരണയാണ് ഇപ്പോൾ തിരഞ്ഞെടുപ്പ് കമ്മീഷനുള്ളത്. തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഡൽഹി പോലീസിനോട് പറഞ്ഞതാണ്. എന്തായാലും ഡൽഹി പോലീസ് എംപിമാരെ തടയാനുള്ള സകല സൗകര്യങ്ങളും, ഇവിടെ സകല സജ്ജീകരണങ്ങളും ഒരുക്കിയിരിക്കുന്നു. നമുക്ക് കൂടുതൽ ദൃശ്യങ്ങൾ കാണാം. ഈ റോഡിൽ ഗതാഗത കുരുക്ക് രൂപപ്പെടുന്ന തരത്തിലേക്കുള്ള ക്രമീകരണങ്ങൾ മാറിയിരിക്കുന്നു ഇവിടെ. എന്തായാലും ഇപ്പോൾ പാർലമെന്റിനകത്ത് എംപിമാർ അതിശക്തമായ പ്രതിഷേധം ഉയർത്തുമ്പോൾ 11:30 എംപിമാരെല്ലാം പാർലമെന്റിന് പുറത്തേക്ക് ഇറങ്ങും എന്നാണ് നേരത്തെ തന്നെ നിശ്ചയിച്ചിട്ടുള്ളത്. അവർ 11:30 മാർച്ചായി ഇവിടേക്ക് വരും. രാഹുൽ ഗാന്ധിയാണ് മാർച്ച് നയിക്കുന്നത്. കഴിഞ്ഞ വ്യാഴാഴ്ച വാർത്താ സമ്മേളനം നടത്തി രാഹുൽ ഗാന്ധി പുറത്തുവിട്ട വോട്ട് മോഷണത്തിന്റെ തെളിവുകൾ, അതിലൊന്ന് ഒരേ കെട്ടിടത്തിൽ 83 പേർക്ക് വോട്ട്, അതേപോലെ 30,000-ലധികം വോട്ടുകൾ ചേർത്തത് വ്യാജവിലാസത്തിൽ, അച്ഛന്റെ പേര് അല്ലെങ്കിൽ വീട്ടുപേരൊന്നും രേഖപ്പെടുത്താത്ത വോട്ടുകൾ, ഇങ്ങനെ 1,00,000-ലധികം വോട്ടുകൾ വ്യാജമായി ചേർത്താണ് മഹാദേവപുര എന്ന നിയമസഭാ മണ്ഡലത്തിൽ 1,14,000 വോട്ടിന്റെ ഭൂരിപക്ഷം BJP നേടിയതെന്നും അതിന്റെ ബലത്തിൽ മാത്രമാണ് ബംഗളൂരു സെൻട്രൽ മണ്ഡലത്തിൽ
വെറും 32,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ BJP വിജയിച്ചതെന്നും രാഹുൽ ഗാന്ധി ആരോപിക്കുന്നു. ആ ആരോപണത്തിന്റെ തുടർച്ചയായിട്ടുള്ള പ്രക്ഷോഭത്തിന് വേദിയാവുകയാണ് രാജ്യ തലസ്ഥാനം ഇപ്പോൾ. ശരി, വലിയ പ്രതിഷേധമാണ് പാർലമെന്റിനകത്തും പുറത്തും ഇപ്പോൾ അരങ്ങേറാൻ പോകുന്നത്. ബീഹാറിലെ വോട്ടർ പട്ടിക ക്രമക്കേട്, അതോടൊപ്പം തന്നെ രാഹുൽ ഗാന്ധി ഉന്നയിച്ച വോട്ട് ചേർക്കൽ ആരോപണം, ഇത് രണ്ടും ശക്തമായി തന്നെ ഉന്നയിച്ച് പ്രതിപക്ഷം, ഇന്ത്യ സഖ്യ നേതാക്കൾ ജനാധിപത്യത്തിൽ ഏറ്റവും വലിയ ശക്തിയാകാൻ മാറുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണാൻ പോകുന്നത്. അടിയന്തര പ്രമേയത്തിന് അനുമതി പാർലമെന്റ് നിഷേധിച്ചിരിക്കുകയാണ് ഇപ്പോഴും. പക്ഷേ പാർലമെന്റിന്റെ ഇരുസഭകളിലും പ്രതിപക്ഷ ബഹളമാണ്. സഭയിൽ വലിയ പ്രതിഷേധമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. പാർലമെന്റിന് പുറത്ത് 11:30 കൂടിയാണ് MP-മാർ, ഇന്ത്യ സഖ്യ MP-മാരുടെ മാർച്ച് ഉണ്ടാവുക. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ആസ്ഥാനത്തേക്കും വലിയ സുരക്ഷാ ക്രമീകരണങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ട്. രാഹുൽ ഗാന്ധി ആയിരിക്കും ആ മാർച്ച് നയിക്കുക. 12 മണിക്ക് കൂടിക്കാഴ്ചയ്ക്ക് സമയം അനുവദിച്ചിട്ടുണ്ട്. 30 ഇന്ത്യ സഖ്യ MP-മാർക്കാണ് കൂടിക്കാഴ്ചയ്ക്ക് അനുമതി നൽകിയിട്ടുള്ളത്.